ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാനിന്ന് KSFEയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു. KSFEയുടെ മാനേജിംഗ് ഡയറക്ടറെ PA ആണ് ഫോൺ എടുത്തത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മളെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു. ഡോക്ടർ PA ആണ്, പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് അഖിൽമാരാണെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSFE വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, എന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ 20,000 രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFEക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFEയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFEയുടെ പദ്ധതിയാണ്. KSFEയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ്. CMDRFൽ നിന്നും KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81,43,00,000 രൂപ അനുവദിച്ചു എന്നത്. ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതുമായ പ്രചരണമാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് KSFEക്ക് ഇത് സഹായിച്ചത് എന്നുള്ളതാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2021 സെപ്റ്റംബർ 17 2021 സെപ്റ്റംബർ 17 എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. 2021 നവംബർ 1 സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു. ഇത് വാർത്തയാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. 2020 ജൂൺ മാസം മുതൽ 2021 ജൂൺ മാസം വരെയുള്ള ഒരു കാലയളവ്, ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത്. കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം. പക്ഷെ KSFEക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടുന്നാ തീരുമാനിച്ചത്? KSFE ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത്? സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത്? അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ 47,000 കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെയും കൂടെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. ഇനി അടുത്തത് മുഖ്യമന്ത്രി പറയുന്നത് 47,673 കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 81.43 കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു. അതായത് 47,000 കുട്ടികൾക്ക് 81 കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 17,000 രൂപ ഒരു ലാപ്ടോപ്പിന് ചെലവാകുമെന്നർത്ഥം. ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഇവർ ഇതങ്ങ് ഡയറക്റ്റ് കണക്ക് കൂട്ടി. അതായത് 47,693 കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കളെങ്കിൽ ഇൻഡു 17,000 ഒരു ലാപ്ടോപ്പിന് KSFE കൊടുത്ത തുക. നിങ്ങൾ വിചാരിക്കും KSFE ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്.
പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ഈ തുക KSFയിലേക്ക് തിരിച്ചടവാണ്. ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം. അവർ ഇതിനോടകം എത്ര രൂപ KSFയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം. അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ KSFയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന 81.43 കോടി രൂപ എവിടെ പോയി പിണറായി വിജയ? എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? 81.43 കോടി രൂപ KSFക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? ചുരുക്കം പറഞ്ഞാൽ എന്റെ ദാസ മുഖ്യമന്ത്രി, നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി, പത്രസമ്മേളനം കേട്ടുകൊണ്ടിരുന്നവരെ വിഡ്ഢികളാക്കി, പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടിപ്പോകാമെന്നൊന്നും വിചാരിക്കേണ്ട.